നാളെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട മന്ത്രിമാർ ആരൊക്കെ എന്നുള്ള ചർച്ച ഡൽഹിയിൽ തുടരുകയാണ്. നാളെ വൈകിട്ടാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ മൂന്നാം വരവ് നാളെ രാത്രി 7:15 സത്യപ്രതിജ്ഞ. 7 രാഷ്ട്രത്തലവന്മാർ രാജ്യ തലസ്ഥാനത്തേക്ക്. മോദിക്കൊപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ആന്ധ്രയ്ക്ക് 6 മന്ത്രിമാരെ ആവശ്യപ്പെട്ട് ചന്ദ്രബാബു നായിഡു. TDPയും ജനസേന പാർട്ടിക്കുമായി മന്ത്രിമാർ. 3 മന്ത്രി പദവിയിൽ നിന്ന് മാറാതെ JDU. ക്യാബിനറ്റ് പദവി ആവശ്യപ്പെട്ട് ചെറുപാർട്ടികളും. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ മന്ത്രിമാരുടെ അന്തിമ പട്ടികയാവും. തൃശൂരിൽ തമ്മിലടി തുടങ്ങിയതോടെ മൗനം വെടിഞ്ഞ് കെ മുരളീധരൻ. തോൽവിയുടെ പേരിൽ തമ്മിൽ തല്ലി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കരുതെന്ന് മുരളി. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന തീരുമാനത്തിൽ മാറ്റമില്ല. വയനാടോ രാജ്യസഭാ സീറ്റോ വേണ്ട. ഇലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് വിളിച്ച മുഖ്യമന്ത്രിക്കെതിരെ വ്യാപക വിമർശനം. പിണറായി അല്ല, മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്ന ബോധം വേണമെന്ന് വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രി തിരുത്താതെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ച് VD സതീശൻ. ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്ന് കുറിലോസിനൊപ്പം വേദി പങ്കിട്ട് CPM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം. പറയാനുള്ളത് പറഞ്ഞത് തന്നെയെന്ന നിലപാടിൽ ഉറച്ച് കുറിലോസ്. പറഞ്ഞതാണ്, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നില്ല. രാജ്യസഭാ സീറ്റ് വീതം വെപ്പിൽ കുഴഞ്ഞു മറിഞ്ഞ് LDF. കേരള കോൺഗ്രസിന് നൽകണമെന്ന CPM ആഗ്രഹത്തിന് തടയിട്ട് CPI. വിട്ടുകൊടുക്കാനാവില്ലെന്ന് ബിനോയ് വിശ്വം. മുന്നണി വിടുമെന്നത് ഗോസിപ്പെന്ന് ജോസ് കെ മാണി. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു വീട്ടിലെ 4 പേർ വെന്തു മരിച്ചു. മരിച്ചത് മാതാപിതാക്കളും 2 മക്കളും. ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് പ്രാഥമിക നിഗമനം. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും ചില്ലിക്കൊമ്പൻ. തോട്ടം തൊഴിലാളികളുടെ ലയത്തിന് സമീപം ഭീതി പരത്തി. രാത്രി മുഴുവൻ ചില്ലിക്കൊമ്പൻ വീടുകൾക്ക് സമീപം. വയനാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥൻ പരുക്കേറ്റ് ചികിത്സയിൽ. പരിചയപ്പെടാൻ വിളിച്ചുവരുത്തി കത്രിക കൊണ്ട് കുത്തിയെന്ന് പരാതി. ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടി അങ്ങനെ ഇതുവരെ ഒരു ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഞങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര വേദനയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് തീരെ സഹിക്കാൻ പറ്റില്ല. ഇനി എൻ്റെ മോന് പറ്റിയത് പറ്റി. ഇനിയുള്ള ഒരു കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സംഭവം സ്കൂളിലല്ല പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഭർത്താവിന് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു. ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ ഈ ദൃശ്യങ്ങൾ കൊണ്ടുപോയി പരാതിയായി നൽകിയിട്ടുമുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ സഖ്യകക്ഷികളുമായുള്ള ചർച്ച വേഗത്തിലാക്കിയിരിക്കുകയാണ് BJP. ഇന്ന് രാത്രിയോ നാളെ ഉച്ചയ്ക്ക് മുൻപായോ മന്ത്രിമാരുടെ അന്തിമ പട്ടിക പുറത്തു വരുവാനാണ് ഇപ്പോൾ സാധ്യത. ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെടുന്നത് TDPയും JDUമാണ്. ആന്ധ്രാപ്രദേശിനായി 6 മന്ത്രിമാർ വേണമെന്ന നിലപാടിലാണ് ഇപ്പോൾ TDP. അതിൽ 2 എണ്ണം പവൻ കല്യാണിന്റെ പാർട്ടിക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ചർച്ച തുടരുന്നുണ്ട്. അതേസമയത്ത് തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗവും പ്രവർത്തക സമിതി യോഗവും ഇന്നാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ് കോൺഗ്രസിൽ. ഇതേക്കുറിച്ചുള്ള പ്ലക്കാർഡുകളും കോൺഗ്രസ് പ്രവർത്തകർ ഡൽഹിയിൽ പ്രവർത്തക സമിതി യോഗം നടക്കുന്ന ഹാളിന് വെളിയിൽ ഉയർത്തിയിട്ടുമുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം ഇക്കാര്യത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ ഒരു പ്രതികരണം കാണാം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ച ഇത് ഇപ്പോഴും തുടരുകയാണല്ലോ. നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എത്ര മന്ത്രിമാർ
പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഇതേക്കുറിച്ചുള്ള ഒരു ധാരണയിലേക്ക് ഇന്ന് തന്നെ എത്തുവാനുള്ള സാധ്യതയുണ്ടോ? ഏത് ചർച്ചയാണ് ഇപ്പോൾ മുന്നോട്ട് പോകാനാവാതെ നിൽക്കുന്നത്? മഞ്ജുഷ, നാളെ വൈകിട്ട് 7:15 മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എത്ര മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഏതായാലും TDP രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. NDAയിലെ 16 സീറ്റ് അവർക്കുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിനായി, ആന്ധ്രാപ്രദേശിനായി 6 മന്ത്രിമാർ വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ ആ ഒരു നിലപാടിലേക്ക് ഏതായാലും BJP ആ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 3 മന്ത്രിസ്ഥാനം TDPക്ക് നൽകാമെന്നാണ്. അതായത് ഒരു ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള മന്ത്രിസ്ഥാനവും മറ്റ് 2 സഹമന്ത്രി സ്ഥാനവും നൽകാമെന്ന കാര്യത്തിലേക്ക് എത്തുന്നു. പക്ഷേ TDP പറയുന്ന കാര്യം 6 മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ജനസേന പാർട്ടിക്കൊപ്പം BJPയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 6 മന്ത്രിസ്ഥാനം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ TDP ഇക്കാര്യത്തിൽ വഴങ്ങുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് JDUവിനും TDPക്കും പ്രത്യേക സാമ്പത്തിക പാക്കേജ്, സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാനുള്ള തീരുമാനം, അങ്ങനെ പാക്കേജ് നൽകിക്കൊണ്ട് ഈ മന്ത്രിസ്ഥാനം 3 വീതം നൽകിക്കൊണ്ടൊരു അനുനയത്തിലേക്ക് എത്തുക എന്ന നീക്കമാണ് ഇപ്പോൾ BJP ഏതായാലും നടത്തുന്നത്. ഒപ്പം സ്പീക്കർ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ലെങ്കിൽ പോലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിക്കൊണ്ട് TDPയെ അന്വയിപ്പിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ GMC ബാലയോഗിയുടെ മകൻ ഹരീഷ് ബാലയോഗിയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഏതായാലും TDP കേന്ദ്രങ്ങൾ എത്തുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് TDP പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പേര് ശ്രീകാകുളത്തു നിന്നുള്ള MP ആണ്. അദ്ദേഹം രാംമോഹൻ നായിഡു. കഴിഞ്ഞ തവണ TDPയുടെ സഭാകക്ഷി നേതാവായിരുന്നു രാംമോഹൻ നായിഡു. അപ്പോൾ രാംമോഹൻ നായിഡു ഉൾപ്പെടെയുള്ള പേരുകളാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. JDUവും സമാനമായ ആവശ്യം ഉന്നയിക്കുന്നെങ്കിൽ പോലും 3 മന്ത്രിസ്ഥാനം നൽകി JDUവിനെയും അന്വയിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. മാത്രവുമല്ല പ്രധാനപ്പെട്ട ധനകാര്യം, ഒപ്പം തന്നെ ആഭ്യന്തരം, വിദേശകാര്യം എന്നീ വകുപ്പുകൾക്ക് പുറമെ വിദ്യാഭ്യാസം, IT, ഒപ്പം തന്നെ നിയമകാര്യ മന്ത്രാലയം, ഈ വകുപ്പുകളൊക്കെ BJP തന്നെ കൈവശം വയ്ക്കുമെന്നാണ് സൂചന. അത് വിട്ടു നൽകേണ്ടതിന്റെ നിലപാടിലേക്ക് BJP എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ചെറു കക്ഷികൾക്കും സഹമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനമോ നൽകിക്കൊണ്ട് അവരെയും ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയുടെ എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്? എത്ര മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും? ആരൊക്കെ പങ്കെടുക്കും? ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ആയിട്ടുണ്ടോ? ഒഫീഷ്യലായിട്ട് ഇതിന്റെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ടോ? അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സർക്കാർ അക്കാര്യത്തിൽ ഔദ്യോഗികമായി അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ചടങ്ങുകൾക്കായി മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായി ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന് പുറമെ സമീപ രാജ്യങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രതലവന്മാർ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ്, ഒപ്പം തന്നെ മാൽദീവ്സ് എന്നിവ തുടങ്ങിയ രാജ്യങ്ങളിലെ തലവന്മാർ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സമീപകാലത്ത് മൗറീഷ്യസുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. പ്രത്യേകിച്ച് മൗറീഷ്യസ് ചില നിലപാടുകൾക്കെതിരെ വലിയ കടുത്ത വിമർശനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മൗറീഷ്യസ് പ്രധാനമന്ത്രിയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനമുള്ളത്. നാളെ വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഡൽഹിയിൽ സംഭവിക്കുന്നുണ്ടല്ലോ ER രാഗേഷ്, അത് കോൺഗ്രസിലാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്ന ആവശ്യം പ്രവർത്തക സമിതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ PCCകളും ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ പോരാടണമെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ തന്നെ വേണം എന്നാണല്ലോ ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാഹുൽ ആ ആവശ്യം അംഗീകരിക്കുവാനും സാധ്യത ഇപ്പോൾ എത്രത്തോളമാണ്? മഞ്ജുഷ, രാഹുലിന് മേൽ അത്തരമൊരു സമ്മർദ്ദം ശക്തമാണ്. കാരണം 99 സീറ്റ് സമീപകാലത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. മാത്രവുമല്ല ഔദ്യോഗികമായി 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വരേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. കാരണം മോദി സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. നേതാക്കൾ പരസ്യമായ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. ശശി തരൂർ പറഞ്ഞത് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് രാഹുൽ ഗാന്ധിയാണെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. മാണിക്കം ടാഗോർ സമാനമായ പരാമർശം നടത്തി. 140 കോടി വരുന്ന ഇന്ത്യക്കാരുടെ പൊതുവികാരമാണ് രാഹുൽ ഗാന്ധി അത്തരമൊരു സ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ളത് എന്ന്
തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CWC യോഗത്തിൽ ആ ഒരു ആവശ്യത്തിന് പിന്തുണ ഏറാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെ അല്പം മുമ്പ് ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരായ ശക്തമായ ജനവിധിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിഭജന രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്തായിരുന്നു ഇപ്പോൾ നടന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയെക്കുറിച്ചും ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അതായത് ഭാരത് ജോഡോ യാത്ര കടന്നുപോയ മേഖലകളിൽ സീറ്റ് വർദ്ധിച്ചു, ഒപ്പം തന്നെ വോട്ട് ഷെയറും കോൺഗ്രസിന്റെ വർദ്ധിച്ചു. മണിപ്പൂരാണ് അദ്ദേഹം അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. കാരണം ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത് മണിപ്പൂരിൽ നിന്നായിരുന്നു. ആ സീറ്റ് കഴിഞ്ഞ തവണയൊക്കെ 2 സീറ്റുകളിലും BJP വിജയിച്ചതാണെങ്കിൽ ഇത്തവണ കോൺഗ്രസിന് അവിടെ 2 സീറ്റും പിടിച്ചെടുക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം ഇന്ത്യ സഖ്യത്തെയും അദ്ദേഹം പരാമർശിച്ചു. അതായത് നിലവിൽ ഒന്നിച്ചു നിന്നതാണ് ഈ വിജയത്തിന് അടിസ്ഥാനമായ കാരണം. അപ്പോൾ ഇനിയും പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ സഖ്യം ഒന്നിച്ചേക്കണമെന്നൊരു ആഹ്വാനം കൂടി ഇപ്പോൾ ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം വൈകിട്ട് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ നേതാവായി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെയും നിർണായക യോഗമാണ്, പ്രവർത്തക സമിതിയാണ് ചേരുന്നത്. ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരണം എന്ന ആഗ്രഹം CWCയിൽ ഉയർന്നു കഴിഞ്ഞു. പ്രവർത്തക സമിതി യോഗം ഇപ്പോഴും തുടരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശ്ശൂരിൽ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം തമ്മിൽ തല്ലിയതോടെ മൗനം വെടിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കെ മുരളീധരൻ. ഇന്ന് കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായി. വോട്ടെണ്ണൽ ദിവസം സംസാരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം പൊതു ഇടത്തിൽ സംസാരിച്ചിട്ടില്ല. സജീവ രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള സൂചന കൂടി ഇന്ന് അദ്ദേഹം നൽകുകയുണ്ടായി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ഇറങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുവാനുള്ള തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞത്. ഈ 2 കാര്യങ്ങളും മുരളീധരൻ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള മൂഡ് തനിക്കില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. വയനാട് സീറ്റ് താൻ സ്വീകരിക്കുകയില്ല, രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്താലും അതും സ്വീകരിക്കുകയില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ചോദിക്കട്ടെ, 20ൽ 18 സീറ്റ് കിട്ടുകയും 110ഓളം സീറ്റുകളിൽ കോൺഗ്രസ് UDF ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറഞ്ഞു ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയല്ലോ, അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനം എടുക്കേണ്ട പാർട്ടി. താങ്കൾക്ക് വെച്ച് തന്നാൽ താങ്കൾ സ്വീകരിക്കുമോ? KPCC അധ്യക്ഷ സ്ഥാനം തന്നാൽ സ്വീകരിക്കുമോ? അത് തരേണ്ട ആവശ്യമില്ല. ഈ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വയനാട് ലോക്സഭാ സീറ്റാണ് മറ്റു ലീഗ് ഉൾപ്പെടെ വയനാട് ലോക്സഭാ സീറ്റിൽ കേരളത്തിനെ പരിഗണിക്കണമെന്ന് ഞാൻ പറയാം, എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. മറ്റൊരു കാര്യം കൂടി കെ മുരളീധരൻ പറഞ്ഞു. വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകേണ്ടിയിരുന്നില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. തെരഞ്ഞെടുപ്പിൽ പഠിച്ച ഏറ്റവും വലിയ പാഠമാണ് ഇതെന്നും സതീഷിനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു മുരളീധരൻ്റെ ഈ പ്രയോഗം. അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതാണ് ഈ ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം. ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണം. കെ സുധാകരൻ സംസാരിച്ചതിന് ശേഷമാണ് കെ മുരളീധരൻ അല്പമെങ്കിലും അയഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താണ് കെ മുരളീധരനെ ഇപ്പോൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം വന്നു എന്നുള്ള കാര്യം അത് കോൺഗ്രസ് പ്രവർത്തകരും എന്താണ് കാരണമെന്ന് അന്വേഷിക്കുകയാണ്. എന്ത് ഫോർമുലയാണ് കെ സുധാകരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രവർത്തകരും ചിന്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഇനി പൊതുരംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ച മൗനം തുടർന്ന കെ മുരളീധരനാണ് KPCC അധ്യക്ഷനുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ന് പരസ്യ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ താൻ സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവമാകുമെന്നുകൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലീഡറുടെ മകൻ സജീവമായി കടന്നു വരികയാണെന്ന കൃത്യമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറേണ്ടതില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തൽസ്ഥിതി അങ്ങനെ തന്നെ തുടരട്ടെ എന്നും പറഞ്ഞു വെക്കുന്നതിലൂടെ സംസ്ഥാന കോൺഗ്രസിൽ പുതിയൊരു ചേരിക്ക് കൂടി രൂപം
വന്നിരിക്കുന്നുവെന്ന കൃത്യമായ സൂചനകളും പുറത്തുവരുന്നു. അങ്ങനെയാണെങ്കിൽ KPCC അധ്യക്ഷനും പിന്തുണയുമായി കെ മുരളീധരൻ കൂടി രംഗത്തെത്തുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രമേശ് ചെന്നിത്തലയും ഈ ചേരിയോട് അനുകൂലമായി തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മറുചേരി കൂടുതൽ സജീവമാകുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് മറുചേരി ഇത്തരത്തിൽ സജീവമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചേരിയുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. KPCC അധ്യക്ഷരെ മാറ്റണമെന്ന ആവശ്യവുമായി കടുത്ത നിലപാടിലേക്കെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശന് മുമ്പിൽ വലിയ ശ്രമകരമായ ദൗത്യമായി മാറും. കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യം. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വട്ടിയൂർക്കാവിലൂടെയാണോ അദ്ദേഹം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരികെ വരാനിരിക്കുന്നത് എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവമായി തുടങ്ങിയിരിക്കുകയുമാണ്. പക്ഷേ ഇപ്പോഴും തൃശ്ശൂരിലെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. തൃശ്ശൂർ DCCയിലെ കൂട്ടയടിക്ക് പിന്നാലെ നേതാക്കൾക്കെതിരെ ഇന്നും പോസ്റ്റർ കണ്ടു. MP വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയുമാണ് തൃശ്ശൂർ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ പതിച്ചത്. തുടർച്ചയായ 4ാം ദിവസമാണ് തൃശ്ശൂരിലെ തോൽവിയെക്കുറിച്ചുള്ള പോസ്റ്ററുകൾ വരുന്നത്. MP വിൻസെന്റ് UDF ചെയർമാൻ പദവി രാജിവെക്കുക, അനിൽ അക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്നീ വാചകങ്ങളാണ് പോസ്റ്ററിൽ ഉള്ളത്. തൃശ്ശൂരിലെ പ്രതിഷേധത്തിൽ അന്വേഷണ കമ്മീഷൻ വേണ്ടെന്നും കെ മുരളീധരൻ ഇന്ന് പറഞ്ഞു. അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും തർക്കമുണ്ടാവുമെന്നാണ് കെ മുരളീധരന്റെ നിലപാട്. പല കമ്മീഷൻ റിപ്പോർട്ടുകളും താൻ കണ്ടിട്ടുണ്ടെന്നും കെ മുരളീധരൻ പരിഹസിച്ചു. ഗീവർഗീസ് മാർ കൂറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിനെതിരെ ഇടത് കേന്ദ്രങ്ങളിൽ തന്നെ പ്രതിഷേധം തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റായിപ്പോയെന്നും വിമർശനം ഉന്നയിക്കുന്നവരെ ശത്രുക്കളായി കാണരുതെന്നും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ആവശ്യമുയരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടത് നിലപാട് സ്വീകരിക്കാറുള്ളവർ തന്നെ പരസ്യമായി ഇക്കാര്യം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു ഗ്രിഗോറിയസ് കൂറിലോസ് പങ്കെടുത്ത വേദിയിൽ തന്നെ ഈ നിലപാട് പരസ്യമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഫേസ്ബുക്കിലും ഇക്കാര്യം പറയുകയുണ്ടായി. വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തിരുവല്ല CPM ഏരിയ കമ്മിറ്റി അംഗമാണ് അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു. പ്രതിപക്ഷവും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. V മുരളീധരനും VD സതീശനും ഇതേക്കുറിച്ച് പ്രതികരിച്ചു. മുഖ്യമന്ത്രി തിരുത്തരുത് എന്ന് ആശംസിക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ. രണ്ടുപേരുടെയും വാക്കുകളിലേക്ക്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ എല്ലാ വിഷയത്തിനും 0 കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആ 0 എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് അച്ഛനമ്മമാരുടെ മുന്നിൽ പോകാൻ എത്രമാത്രം ജാള്യതയുണ്ടാകും നമുക്കൊന്ന് ഊഹിക്കാം. മുഖ്യമന്ത്രിയുടെ അവസ്ഥ വാസ്തവത്തിൽ അതാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ യാതൊരു ജാള്യതയുമില്ലാതെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ, എന്നിട്ട് അതിന്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിന് അപാര തൊലിക്കെട്ടി വേണം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രി അതാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘമാണ് ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി കോൾമേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ. അദ്ദേഹം ഇപ്പോൾ മലയാള നിഘണ്ടുവിലേക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നികൃഷ്ടജീവി, പരനാറി, അതുപോലെ ഇപ്പോൾ വിവരദോഷി. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരംതാണതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. ഗീവർഗീസ് മാർ കൂറിലോസ് എന്തായാലും താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് പ്രതികരണത്തിന് തയ്യാറല്ലെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. എന്താണോ താൻ പറഞ്ഞത് അത് പറഞ്ഞെടുത്ത് തന്നെ ഇപ്പോഴും ഉണ്ടെന്നും അതിൽ ഒരു തിരുത്തലും വരുത്തില്ല എന്നും ഗീവർഗീസ് മാർ കൂറിലോസ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്.
ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ ഹൃദയപക്ഷം തന്നെയാണ് എന്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരുപാട് വിഷയങ്ങൾ ആ പോസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഞാനൊരു ചർച്ചയ്ക്കില്ല, ഒരു പ്രതികരണത്തിനും ഇല്ല. ദയവായിട്ട് എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഒരു പ്രതികരണത്തിനും ഇല്ല. ഒരു പ്രതികരണത്തിനും ഞാനില്ല. ഞാൻ അവിടെ അവസാനിച്ചു ആ വിഷയം. സ്നേഹിക്കുന്ന ആൾക്കാരെ ഒരുപാട് വേദനിക്കുന്നുണ്ട്. വിവരദോഷി എന്നൊക്കെ വിളിക്കുമ്പോൾ ആളുകൾ വരെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അത് ഞാൻ കാണാറുണ്ട്. അവരോടൊക്കെ എനിക്ക് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. താങ്ക് യു. പ്ലീസ് ഇനി ഒരു ചോദ്യം ചോദിക്കരുത്. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഈ ഒരു പരിപാടിക്ക് വന്നതാണ്. ഈ വിഷയത്തിൽ എന്നെ വിളിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറൊരു പ്രതികരണം ഇല്ല എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. ഇടതുപക്ഷ മനസ്സങ്ങനെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. മാർ കുറിലോസിനെ വിവരദോഷി എന്ന് വിളിച്ച മുഖ്യമന്ത്രിയുടെ പരാമർശത്തോട് പ്രതികരിക്കാൻ ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും തയ്യാറായില്ല. പുരോഹിതന്മാർക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ രാജ്യസഭയാണ് സംസാരിക്കുന്നത്. സീറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾക്കാണ് വന്നതെന്നും മറ്റ് പ്രസ്താവനകളോട് പ്രതികരിക്കാൻ താനില്ലെന്നുമാണ് ജോസ് കെ മാണി പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചു. പിണറായി വിജയൻ അല്ല, മുഖ്യമന്ത്രിയാണ് പ്രതികരിക്കുന്നത് എന്ന ബോധം വേണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പിന്നെ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നവർ പറയുന്ന വാക്കുകൾ സൂക്ഷ്മത ആ പറച്ചിൽ വേണമായിരുന്നു. കാരണം ഒരു സഭയിൽ ഉള്ള ഒരു ആരായാലും, ഒരു വ്യക്തിയോടായാലും, ഒരു പള്ളിയിലെ അച്ഛനോടായാലും, ഒരു മുഖ്യമന്ത്രിനെ പറയുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് പറയുന്നതായിരുന്നു നല്ലത്. കാരണം ഇവിടെയെല്ലാം പിണറായി, പ്രത്യേകിച്ചും പിണറായിയുടെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകളുടെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് സൂക്ഷിച്ച് അദ്ദേഹം പറയേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ അത് പിണറായി സ്റ്റൈലാണ്. ആ പിണറായി സ്റ്റൈൽ അത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. തഴിയുടെ ഭാഷയിലോ മറ്റ് സാഹിത്യ ഭാഷയിലോ ഒന്നും പറയാൻ പിണറായിക്ക് അറിയില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട്, ഒരു ചെത്തുകാരൻ്റെ മകനായിട്ട് വളർന്ന് വന്ന് വലിയ രാഷ്ട്രീയ നേതാവ് ആയപ്പോൾ പോലും സാധാരണക്കാരൻ്റെ ഭാഷയും ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യസഭാ സീറ്റ് ചർച്ചകൾ LDFിൽ തുടരുകയാണ്. പക്ഷേ വിഷയം കുഴഞ്ഞു മറിയുകയാണ്. ഇന്ന് കേരള കോൺഗ്രസ് എമ്മുമായും CPIയുമായും മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചർച്ച നടത്തി. CPIയോട് സീറ്റ് വിട്ടുകൊടുക്കണം എന്നുള്ള ആവശ്യം CPM ഉന്നയിച്ചു. കേരള കോൺഗ്രസിന് സീറ്റ് നൽകുന്നതിന് വേണ്ടിയാണ് ഇത്. പക്ഷേ സീറ്റ് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. അങ്ങനെ CPIയും കേരള കോൺഗ്രസ് എമ്മും സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതോടെ CPM ഇക്കാര്യത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ആരാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്നാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദ് ചേരുകയാണ്. വിനോദ്, എന്തായാലും ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, എന്തായാലും ഇക്കാര്യത്തിൽ ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലല്ലോ. CPM പക്ഷേ ആഗ്രഹിക്കുന്നത് ഒരു സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കണം എന്നാണല്ലോ. അതാണല്ലോ ഇന്ന് CPIയുമായിട്ടുള്ള ചർച്ചയിൽ തെളിഞ്ഞു വന്നത്. കേരള കോൺഗ്രസ് മുന്നണി വിടുവാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കാണുകയാണോ CPM ഇപ്പോൾ? രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട സമവായ ചർച്ചകൾക്ക് വേണ്ടിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയത്. CPIയുമായിട്ടായിരുന്നു ആദ്യഘട്ട കൂടിക്കാഴ്ച. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അദ്ദേഹം അസംയുക്തമായി രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക CPM നേതൃത്വം CPIയെ അറിയിച്ചു. അതായത് രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ മുന്നണി വിട്ടുപോകുന്ന തരത്തിലേക്കുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കേരള കോൺഗ്രസ് എം കടന്നേക്കുമെന്ന ആശങ്കയാണ് അറിയിച്ചത്. പക്ഷേ അത് തങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ഞങ്ങൾ CPIയും CPMും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടം ഇപ്പം കഴിഞ്ഞു. അടുത്ത ഘട്ടം ഇനിയും ഉണ്ടാകും. സീറ്റ് CPIക്ക് തന്നെ കിട്ടുമോ? CPIക്ക് കിട്ടിയേ തീരൂ. വിട്ടുവെച്ചില്ലല്ലോ. ചില കാര്യങ്ങൾ വിട്ടുവെച്ച് പറ്റില്ല. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജുമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. അവരും ക്യാബിനറ്റ് പദവി എന്ന CPM മുമ്പോട്ട് വെച്ച മറ്റ് ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുന്ന സാഹചര്യമല്ല ഉണ്ടായത്. രാജ്യസഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് തന്നെ വേണം, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം
മുന്നണി വിട്ടേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നും UDF-ൽ നിന്ന് തങ്ങളെ പുറത്താക്കിയതാണ് എന്നും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് അന്നു മുതൽ തന്നെ അറിയാവുന്ന കാര്യമാണെന്നും പിന്നീട് രാഷ്ട്രീയമായി അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നും കോട്ടയത്തെ തോൽവിയുടെ പേരിൽ മുന്നണി മാറുന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ? കേരള കോൺഗ്രസിനെ UDF-ൽ നിന്ന് പുറത്താക്കി അല്ലേ? അതാണല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ UDF കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞ കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നത്. ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ ഒപ്പം നിന്നു. ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. അതിലൊരു മാറ്റമില്ല. ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും, പരാജയം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നിൽ മാറ്റുക എന്നുള്ളതാണ്. എന്തായാലും ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 2 എണ്ണത്തിലായിരിക്കും LDF-ന് വിജയിക്കാനാവുക. അതിൽ ഒരേ നിലപാടിൽ ഉറച്ച് CPI-യും CPM-ഉം തങ്ങൾക്ക് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ LDF-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാകും. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്യാബിനറ്റ് പദവിയും രാജ്യസഭാ സീറ്റും എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് RJD-യും ശക്തമായ സമ്മർദ്ദവുമായി LDF-ന് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് LDF-ന് മുമ്പിൽ വലിയൊരു സമ്മർദ്ദമായി തന്നെ മാറിയിരിക്കുകയാണ്. എന്തായാലും തിങ്കളാഴ്ച രാജ്യസഭാ സീറ്റ് ആർക്ക് കൈമാറണമെന്ന കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമുണ്ടാകും. CPI മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPI-യെ മറികടന്നുകൊണ്ട് കേരള കോൺഗ്രസ് M-ന് രാജ്യസഭാ സീറ്റ് കൈമാറുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായാൽ അത് അക്ഷരാർത്ഥത്തിൽ LDF-നുള്ളിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണം. രാജ്യസഭാ സീറ്റ് തർക്കമായി മാറുകയാണ് ഇപ്പോൾ LDF-ൽ. കേരള കോൺഗ്രസിനെയും CPI-യെയും അനുനയിപ്പിക്കാൻ ഇതുവരെ CPM-ന് കഴിഞ്ഞിട്ടില്ല. നോമിനേഷൻ കൊടുക്കുവാനുള്ള അവസാന തീയതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടി വരും. മറ്റൊരു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പ്രസ്താവനകൾ ആലപ്പുഴയിൽ CPM-നെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതുമാത്രമല്ല, വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും അത് BJP-യിലേക്ക് പോയിട്ടുണ്ടെന്നുമാണ് CPM-ന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഈ വോട്ടുകൾ തിരികെ കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ആലപ്പുഴ CPM-ൽ നടക്കുന്നുണ്ട്. ആദ്യം ഇതേക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണം കേൾക്കാം. ഈ ആലപ്പുഴ ജില്ലയിൽ ആരിഫിനെ കുറിച്ചുള്ള ആളുകൾ തോക്കുക എന്ന് പറഞ്ഞാൽ എവിടെ തോറ്റാലും ഇവിടെ തോക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇടതുപക്ഷം ആലപ്പുഴയിൽ തോറ്റു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ചിന്ത, അടിസ്ഥാന വർഗത്തിൻ്റെ ചിന്ത എങ്ങോട്ട് പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇടതുപക്ഷത്തിൻ്റെ ജനകീയ അടിത്തറ എന്ന് പറഞ്ഞാൽ ഇരുപരാതി പിന്നോക്ക സമുദായത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കി. മുസ്ലിങ്ങൾക്ക് പ്രീണിപ്പിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവരെ കൂടെ കൂടുതൽ നിർത്തിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച പോയാൽ അത് പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ വന്ന അപകടം എന്താണ്? പ്രീണനം കുറെ കൂടിപ്പോയില്ലേ? ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്തെപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് പോലും പാർട്ടിയോട് ഒരു വിരോധമുണ്ടായി. കാരണം എന്നും മുസ്ലിം ക്രിസ്ത്യനും മാനസികമായി ആ അഖില ലോകാടിസ്ഥാനത്തിൽ പോലും അവർ യോജിച്ചു പോകുന്ന ആളുകളല്ല. ഈ മുസ്ലിം പ്രീണനവും കൂടിയപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ പാലസ്തീൻ്റെ വിഷയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം. നമ്മളെന്തിനാണ് അതൊക്കെ ആവശ്യമില്ലാത്ത അഖില ലോകാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് പാലസ്തീൻ വിഷയത്തിൽ LDF ഏറ്റെടുത്തുകൊണ്ട് വലിയ സമ്മേളനങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഇവിടെ നടത്തി. പക്ഷേ പാർലമെന്റ് നടത്തിയപ്പോൾ ഈ കാന്തപുരം പോലും കൂടെ ഉണ്ടോ? ഇല്ല. വോട്ട് വന്നപ്പോൾ അവർ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിന്ന് മുസ്ലിം ലീഗിന്റെ കൂടെ അല്ല എന്നത്.
ആലപ്പുഴയിലെ തോൽവിയെക്കുറിച്ച് CPM-ൽ വിവാദം പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പരമ്പരാഗത വോട്ടുകളിലുണ്ടായ വൻ ചോർച്ചയാണ് CPM-നെ കുഴയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ CPM-ലും ചർച്ചയാവുകയാണല്ലോ. ഈഴവ വോട്ടുകളും പിന്നാക്ക വോട്ടുകളും കൂട്ടത്തോടെ CPM-ന് നഷ്ടമായി. അത് BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ നടത്തുകയാണ് വെള്ളാപ്പള്ളി നടേശനും. അതാണല്ലോ ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തിന് തൊട്ടടുത്ത് വോട്ടുകൾ കിട്ടുവാൻ കാരണമായതും. ഇത് CPM-ഉം വിലയിരുത്തുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ? എന്താണ് ഇപ്പോൾ CPM-ൽ സംഭവിക്കുന്നത് ആലപ്പുഴയിൽ? മഞ്ജുഷ, ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പിന് ശേഷം CPM-നുള്ളിൽ വിവാദം ഉയരുകയാണ്. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാളിച്ച CPM നേതൃത്വത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. ആരിഫ് മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിക്കാനാണ് പാർട്ടി നേതൃത്വം, അതായത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് ശ്രമിച്ചത് എന്നുള്ളതാണ്. അത് സാധാരണ പ്രവർത്തകരിൽ വലിയ അതൃപ്തിയുണ്ടാക്കി. മാത്രമല്ല, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളെ പരിഗണിക്കാൻ നേതൃത്വം തയ്യാറായില്ല. മറിച്ച് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം ഉണ്ടായത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അതായത് സ്റ്റേറ്റ് ലീഡർഷിപ്പിനോട് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആരിഫ് പരാജയപ്പെടുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷവും MV ഗോവിന്ദൻ അടക്കമുള്ള CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ഘട്ടത്തിലും ഈ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയെ സംബന്ധിച്ച് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഔദ്യോഗികമായി CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക പ്രവർത്തകർക്ക് വലിയ അതൃപ്തി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വോട്ട് ഇടതുപക്ഷത്തിനുള്ള ഒരു സ്ഥലത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായത്. അതിൽ പ്രധാനമായും ഈഴവ സമുദായത്തിലെയും മറ്റ് ദളിത് വിഭാഗം അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളിലെയും വോട്ടുകൾ വലിയ തോതിൽ BJP-യുടെ പെട്ടിയിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു കായംകുളത്തടക്കമുള്ള മാറ്റം, ഹരിപ്പാടടക്കമുള്ള മാറ്റം. ഹരിപ്പാടൊക്കെ കാർത്തികപ്പള്ളിയും കരുവാറ്റയും അടക്കമുള്ള ഈഴവ മെജോറിറ്റിയുള്ള ഇടങ്ങളിലെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അവിടെ BJP 1-ാം സ്ഥാനത്തേക്ക് കടന്നുവരികയും ചെയ്തു എന്നുള്ളതാണ്. അമ്പലപ്പുഴ പഞ്ചായത്ത്, അമ്പലപ്പുഴയൊക്കെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി നിന്നിരുന്ന സ്ഥലത്തൊക്കെ തന്നെയും BJP മുന്നിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. 1 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് CPM-ന് നഷ്ടമായത്. അതിൽ തന്നെ അടിയുറച്ച ഈഴവ വോട്ടുകൾ വലിയ തോതിൽ ഒഴുകി നീങ്ങി എന്നുള്ളതാണ്. ഇത് തിരികെ വരാൻ വലിയ പ്രയാസമായിരിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർന്നു വരുന്നൊരു പ്രാദേശിക നേതൃത്വം അറിയിച്ച അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെച്ച പേരുകൾ വെട്ടിയാണ് മുകളിൽ നിന്നും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം വന്നത്. അതിൽ പല ഘടകങ്ങളും കാരണമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങൾ തുടർച്ചയായി മത്സരിച്ച ഒരാളെ മത്സരത്തിലേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല, സ്ഥാനാർത്ഥിയിൽ ഇപ്പോൾ ഒരു ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ ഒരു ബ്രാൻഡിംഗ് വന്നാൽ അത് തിരിച്ചടിയാകും, മറ്റൊരു കൺസൾട്ടേഷൻ ഉണ്ടാകും എന്നതടക്കമുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതും. പ്രത്യേകിച്ച് ഈഴവ ദളിത് വിഭാഗങ്ങളുടെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ മറ്റ് സവർണ വോട്ടുകളെ UDF-ഉം അവരുടെ പെട്ടിയിലേക്ക് മാറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്ക് ഏറ്റവും അധികം സംഭവിച്ചത് നമ്മൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷ വോട്ടുകളിലായിരിക്കും ഇത്തവണ BJP കണ്ണുവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ആലപ്പുഴയിലെ CPM നേതൃത്വം അവസാന ഘട്ടം വരെയും വിചാരിച്ചത് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ശോഭ പിടിക്കുന്ന ഓരോ വോട്ടുകളും UDF-ന്റേതാണെന്നുള്ള മണ്ടൻ കണക്കുകൂട്ടലിന്റെ ഭാഗമായി തന്നെയായിരുന്നു ആലപ്പുഴയിൽ നേതൃത്വം മുന്നോട്ട് പോയത്. മാത്രമല്ല, പ്രാദേശികമായി പാർട്ടി പ്രവർത്തകരിൽ ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ അതൃപ്തി പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാനോ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, അവർ ആശ്വസിച്ചത് സംസ്ഥാന നേതൃത്വം ഇവിടെ നിന്ന് പറഞ്ഞ പേരുകളെ വെട്ടി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച പേരാണ് തുടർച്ചയായി മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. 5-ാം ടൈമിലേക്കായിരുന്നു AM ആരിഫ് ആലപ്പുഴയിൽ മത്സരിക്കാൻ, അതായത് 3 തവണ നിയമസഭയിലേക്കും 4 തവണ ഒരു തവണ പാർലമെന്റിലേക്കും ഇപ്പോൾ 5-ാം തവണയാണ് പാർലമെന്റിലേക്ക് വീണ്ടും AM ആരിഫ് മത്സരത്തിനായി എത്തുന്നത്. അത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ ജയസാധ്യത കുറവാണ് എന്നുള്ളത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ
അറിയിച്ചിരുന്നു എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റ് ആളുകളുടെ പേരുകൾ സീനിയർ നേതാക്കന്മാരെ മത്സരിപ്പിച്ചാൽ മാത്രമേ ഇത്തവണ വിജയമുണ്ടാകൂ എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനൊക്കെ മറികടന്നായിരുന്നു ഈ പല മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ എന്നൊക്കെ ഉള്ള മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആരിഫിനെ തുടർച്ചയായി മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതും വിജയിച്ച സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയത്. എന്തായാലും ആ നേതൃത്വത്തിന്റെ തീരുമാനത്തിനേറ്റ തിരിച്ചടിയായിരുന്നു. ശരിയാണ് ശരണ്യ, അത് തന്നെയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും. അക്കാര്യം അദ്ദേഹം കൂടുതൽ വ്യക്തതയോടുകൂടി തന്നെ പറയുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി വെള്ളാപ്പള്ളി പറഞ്ഞു, NDAക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നത് ഒരിക്കലും കരുതാത്ത കാര്യമാണ്. കോൺഗ്രസിന് അഭിമാനിക്കാൻ കഴിയുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തൃശ്ശൂരിൽ ജയിച്ച സുരേഷ് ഗോപിക്ക് ജയിക്കുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല. അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകം എന്തെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 2 വലിയ മന്നന്മാരാണ് അടിച്ചു താഴ്ന്നിട്ട് കളഞ്ഞത്. അത് ചെറിയ ഭൂരിപക്ഷത്തിലല്ല, വലിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി BJPയുടെ ആദ്യമായിട്ടൊരു MP ഇവിടുന്ന് വാസായി എന്ന് പറയുമ്പോൾ BJPയുടെ കേരളത്തിലെ വളർച്ച മാത്രമല്ല, കേരള ഒട്ടുക്ക് അവർക്ക് നല്ല പെർസെൻറ്റേജ് വോട്ട് കിട്ടി. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. അങ്കമാലി പറക്കുളം സ്വദേശി ബിനീഷ്, ഭാര്യ അനു, മക്കളായ ജോവാന, ജസ്വിൻ എന്നിവരാണ് മരിച്ചത്. 2ാം നിലയിലെ കിടപ്പ് മുറിയിലാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കും. ആദ്യം ചില പ്രതികരണങ്ങളിലേക്ക്. ഈ റൂമിൽ നിറച്ച് ഫയറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ആദ്യം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം ഇതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അകത്തേക്കൂടെ കയറി നോക്കിയപ്പോൾ കോണിയുടെ ലാൻഡിങ് ഏരിയയിലും ഹാളിലും റൂമിലൊക്കെ ഫയറായിരുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ കെടുത്തിയിട്ടാണ് റൂമിലേക്ക് കിടന്നത്. റൂമിൻ്റെ ഡോറൊക്കെ കത്തി ഓൾറെഡി നശിച്ചിരുന്നു. നല്ല ഫയർ, സ്പ്രിങ്ങിൻ്റെ മാട്രസ് ആയിരുന്നു, നല്ല തിക്നെസ് ഉള്ളത്. അതിങ്ങനെ കത്തി ഭയങ്കരമായിട്ട് തീയും പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കെടുത്തി കഴിഞ്ഞപ്പോഴാണ് ബോഡി കണ്ടത്. ഞാൻ ഏകദേശം ഒരു 6 മണി 6:15 കൂടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ തീയൊക്കെ ആ സമയത്തേക്ക് ഫയർഫോഴ്സൊക്കെ എത്തിയാണ്. നാട്ടുകാർ രാവിലെ നടക്കാൻ പോയ ആളുകളാണ്, എണീറ്റ് സമീപത്തുള്ള ആളുകളാണ് ഇത് സംഭവം അറിയുന്നത്. അതിനു മുമ്പ് തന്നെ താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന അമ്മ വിവരം അറിഞ്ഞിരുന്നു. അമ്മ മുകളിലേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ 2 മുറികളിലും നല്ല നിലയിൽ തീ പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ അടുത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല. പിന്നെ അവർ ശബ്ദമുണ്ടാക്കി ചുറ്റുവട്ടത്തുള്ള ആളുകളും ഒക്കെ എത്തിച്ചേരുകയായിരുന്നു. അപ്പോഴേക്കും നല്ല രീതിയിൽ തീ പടർന്നിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴേക്കും 4 പേരുടെയും മരണം സംഭവിച്ചിരുന്നു. അപ്പോഴേക്കും എനിക്കൊരു പത്ര ഏജൻസി കൂടിയുണ്ട്. അപ്പോൾ പത്രം എടുക്കാൻ വേണ്ടി അങ്കമാലിക്ക് പോകുന്ന സമയമാണ്. ഞാൻ ഇതിൽ വരുമ്പോൾ ഇവിടെ വലിയ തീയുടെ ഒരു ഇത് കണ്ടു. ആ ജാതിമൊക്കെ തീയുടെ ഒരു പ്രത്യേക കളർ കണ്ടപ്പോൾ ഞാൻ വണ്ടി വൈകി നിർത്തി നോക്കുമ്പോൾ മുകൾ ഭാഗം മൊത്തം നിന്ന് കത്തി കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഫയർഫോഴ്സ് നമ്പറിൽ ഇത് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത നൈബറെ വിളിച്ച് നൈബറും കൂടി മുകളിൽ ചെന്നിട്ട് ഡോറ് തുറക്കാൻ ശ്രമിച്ചു. തീ മൊത്തം പടർന്നിരുന്നു. എന്നിരിക്കലും എന്തെങ്കിലും ശ്രമം നടപ്പോൾ ഒരു നിലവിളി കേൾക്കുന്നുണ്ട്. താഴെ നിന്നാണ് അമ്മയാണ് നിലവിളിച്ച്, മോളിൽ നിന്നല്ല. അപ്പോൾ ഞാൻ മുകളിൽ ചെന്ന് ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറ് ലോക്കഡായിരുന്നു. ഒരിക്കലും ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത്. അങ്കമാലി പറക്കുളത്തടുത്തുള്ള ബിനീഷിന്റെ വീട്ടിലാണ് ഇത്രയും 4 പേരെ രാവിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5 മണിയോടുകൂടി പത്രക്കാരൻ ഏലിയാസ് അദ്ദേഹം പത്രമിട്ട് ഈ പോകുന്ന വഴിയിലാണ് ഈ വീട് കാണുകയും ഈ വീട്ടിലേക്ക് തീ പടർന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ സമീപത്ത് അവരുടെ അമ്മ, ബിനീഷിന്റെ അമ്മ നിലവിളിക്കുന്നതും ഇയാൾ ശ്രദ്ധിച്ചു. ഉടൻ തന്നെ വന്നു. ആ സമയത്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വലിയ രീതിയിൽ പടരുന്ന രീതിയിലായിരുന്നു തീ കണ്ടെത്തിയത്. ആ സമയത്ത് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും ഫയർഫോഴ്സ് ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് ഇവിടുന്ന് ആള് പോയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വീട്ടിലേക്ക് എത്തിയത്. 6 മണിയോട് അടുപ്പിച്ച് തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും ചെയ്തു. ആ സമയത്ത് തന്നെ
തീ നാട്ടുകാരെല്ലാവരും കൂടി തീ പൂർണ്ണമായും അണച്ചിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി തീയും പുകയും ബാക്കിയും അണച്ച ശേഷം വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ കതക് കുറ്റിയിട്ട നിലയിലായിരുന്നു. പിന്നീട് ഇവർ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് മുറിക്കുള്ളിൽ ബെഡ്റൂമിൽ പലയിടങ്ങളിലായി ബിനീഷിനെയും ഭാര്യയെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി. ആ ഒരു ഞെട്ടലാണ് ഇപ്പോൾ നാടാകെ എത്തിയിരിക്കുന്നത്. വളരെ അടുത്തുള്ളവരൊക്കെ ആയിട്ട് വളരെ സൌഹൃദപരമായി സ്നേഹത്തോടെ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ബിനീഷും ഭാര്യയും മക്കളുമൊക്കെ. ബിനീഷിന്റെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു. 2 നില വീടാണ്. അപ്പോൾ വീടിന്റെ താഴെ നിലയിലാണ് അമ്മ താമസിക്കുന്നത്. മുകളിൽ തന്നെയാണ് ബിനീഷും ഭാര്യയും മക്കളും. മുകളിലത്തെ മുറിയിലായിരുന്നു ഇവർ 4 പേരും കിടന്നുറങ്ങിയത്. ബിനീഷ് ജാതിക്ക വ്യാപാരിയാണ്. ഇവിടെ അടുത്ത് തന്നെ അങ്കമാലിയിൽ തന്നെ ബിസിനസ് നടത്തുന്ന വ്യക്തി കൂടിയാണ്. ഭാര്യ അനു MA GJ ഹോസ്പിറ്റൽ മൂക്കന്നൂരിലുള്ള ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ടീച്ചറാണ്. 2 മക്കൾ. മൂത്തത് പെൺകുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൺകുട്ടി ഇപ്പോൾ LKGയിലേക്ക് പ്രവേശനം നേടിയതേ ഉള്ളൂ. അങ്ങനെ വളരെ സന്തോഷത്തോടെ കൂടി ജീവിച്ച ഒരു കുടുംബമാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു സംശയം, അതായത് തുടക്കത്തിൽ ഈ കുടുംബം ഒരു സംശയം, നാട്ടുകാരൊരു സംശയം ഉണ്ടായിരുന്നത് ഈ ജാതിക്ക ഫാക്ടറി ഇതിനടുത്ത് തന്നെയുണ്ട്, അതിന്റെ അവിടെ നിന്നുണ്ടായ തീപിടുത്തമാണോ എന്നുള്ളൊരു സംശയം തുടക്കത്തിൽ കുടുംബം ഈ നാട്ടുകാരും കുടുംബവും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതിന് കാരണം ഒരു 3 വർഷം മുമ്പ് സമാനമായ രീതിയിൽ ഈ ഫാക്ടറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംശയത്തിലേക്ക് ഇവിടെ എത്തിയത്. പക്ഷേ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ മരണകാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസും ഫോറൻസിക് വിദഗ്ധരുമൊക്കെ ഇവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ച് വരും മണിക്കൂറിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സ്ഥലം MLA റോജി M ജോണും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റൂറൽ SP വൈഭവ് സക്സേന അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് പിരിഞ്ഞത്. എന്നാലും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാകുക. ഇവിടെ അടുത്തുള്ള പള്ളി സെമിത്തേരിയിൽ തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. എന്തായാലും വല്ലാത്തൊരു ഞെട്ടലിലാണ് കുടുംബവും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും. സുഹൃത്തുക്കൾ, ബിനീഷിന്റെയും ഭാര്യയുടെയും സുഹൃത്തുക്കളടക്കം ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വെന്ത് മരിച്ച നിലയിലായിരുന്നു. ഈ വീടിന്റെ മുകൾ ഭാഗത്ത് ഇവരുടെ കിടപ്പുമുറി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. എല്ലാ സാധനങ്ങളുമൊക്കെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ബിനീഷിന്റെ അമ്മയെ അടുത്തുള്ള സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കളുമെല്ലാം അവിടെയാണിപ്പോൾ. എന്തായാലും പോലീസും ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ അവസാനവട്ട പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ എത്തിയപ്പോഴും. എന്തായാലും എന്താണ് കൃത്യമായിട്ടുള്ള മരണകാരണമെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം, ഈ ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണം എന്ന് മാത്രം പോലീസും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഉറച്ച് പറയുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. നവോത്ഥാന സംരക്ഷണ സമിതിയിൽ തർക്കം. സമിതിയുടെ വൈസ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ സ്ഥാനം രാജിവെച്ചു. മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുക്കുന്നുവെന്ന കേരള നവോത്ഥാന സമിതി ചെയർമാൻ കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് ഹുസൈൻ മടവൂർ രാജിവെച്ചത്. ഇന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഇടതുപക്ഷ സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ടെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈഴവ സമുദായം ഇത്തവണ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞതെന്നും വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അതിനാൽ അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ഹുസൈൻ മടവൂർ ആവശ്യപ്പെടുന്നത്. ഹുസൈൻ മടവൂരിന്റെ പ്രതികരണത്തിലേക്ക് അദ്ദേഹം നവോത്ഥാന സംരക്ഷണ സമിതിയിലെ പദവി രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന അസത്യമാണ്, അപക്വവുമാണ്. എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് വർഗീയ ഫാസിസ്റ്റുകൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന വിധം അദ്ദേഹം സംസാരിക്കാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സമീപനത്തിൽ
എല്ലാവർക്കും പ്രതിഷേധമുണ്ട്. അതിൽ പ്രതിഷേധിച്ച് ഈ സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഞാൻ രാജിവെച്ചതായി അറിയിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഹുസൈൻ മടവൂരിന്റെ രാജി. നവോത്ഥാന സംരക്ഷണ സമിതിയിൽ ചെയർമാന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് വൈസ് ചെയർമാൻ രാജിവെക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഇതിനകം തന്നെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. അത് മുസ്ലിം പ്രീണനം നടത്തുകയായിരുന്നു സർക്കാർ. അതിൻ്റെ പ്രതിഫലനം ഈഴവ സമുദായത്തിൽ ഉണ്ടായി, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും ഉണ്ടായി. അങ്ങനെയാണ് ഇടതുപക്ഷത്തെ വോട്ട് ചോർച്ച ഉണ്ടായതും BJPക്ക് ഇവിടെ കയറി വരാൻ ഇടം കിട്ടിയതും എന്നും ഇപ്പോൾ ഹുസൈൻ മടവൂർ ഇത് ബാലിശമായി പോയി എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണല്ലോ. അപ്പോൾ നവോത്ഥാന സംരക്ഷണ സമിതിയിൽ തന്നെ ഇത് വലിയ പ്രശ്നമുണ്ടാക്കുകയല്ലേ ഇപ്പോൾ? തീർച്ചയായും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യത്തിലാണ് നവോത്ഥാന സമിതി എന്ന രൂപത്തിൽ ഒരു മതേതര സ്വഭാവമുള്ള സമിതി സർക്കാർ രൂപീകരിച്ചത്. ഇതിന്റെ ചെയർമാനായി വെള്ളാപ്പള്ളി നടേശനെ നിയോഗിക്കുകയും വൈസ് ചെയർമാനായി ഹുസൈൻ മടവൂർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാര്യമായി നടക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ചെയർമാന്റെ ഭാഗത്തു നിന്നും അപക്വവും അനുചിതവുമായ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റേത് അപക്വവും വാസ്തവവിരുദ്ധവുമായ പ്രസ്താവനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇടതുപക്ഷ സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നതുകൊണ്ടാണ് ഈഴവ സമുദായം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പൂർണ്ണമായും കൈവിഴിഞ്ഞത് എന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കണം എന്നും പറയുന്നു. ഇടതുപക്ഷം കൂടുതലായി മുസ്ലിം വിഭാഗത്തോട് ചേർന്ന് നിന്നെങ്കിൽ മുസ്ലിം സമുദായം വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ അത് ഉണ്ടായില്ല. സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ പല കാര്യങ്ങളും മുസ്ലിം സമുദായത്തെ കഠിനമായി അവഗണിക്കുന്ന നിലപാടാണ് ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മുസ്ലിം സംവരണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, കോച്ചിംഗ് സെന്ററുകൾ, ആരാധനാലയ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളിൽ അനുകൂലമായ ഒരു തീരുമാനമല്ല LDF സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒപ്പം ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, LGBT സംസ്കാരം എന്നിവയെല്ലാം കുട്ടികളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തുന്നു. ഇക്കാര്യങ്ങളെയൊക്കെ മുസ്ലിം സമുദായം ഒന്നാകെ തള്ളിക്കളഞ്ഞതാണ്. അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ വരികയും ചെയ്തിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്താൻ മതേതര വിശ്വാസികൾ, മതേതര വിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഈ വെള്ളാപ്പള്ളി പുറത്തിറക്കിയ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് മാത്രമേ കരുത്തു പകരൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ഇത്തരമൊരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തിലാണ് താൻ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ഹുസൈൻ മടവൂർ അറിയിച്ചു. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വയനാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ വീണ്ടും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് പരുക്കേറ്റത്. കത്രിക കൊണ്ടുള്ള ആക്രമണത്തിൽ മുഖത്തും നെഞ്ചിലും തലയ്ക്കും പരുക്കേറ്റ വിദ്യാർത്ഥിയെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 9, 10 ക്ലാസുകളിലെ 5 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വയനാട് അമ്പലവയൽ സ്വദേശികളായ ബിനേഷ് കുമാർ, സ്മിത ദമ്പതികളുടെ മകൻ ശബരിനാഥാണ് സ്കൂളിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. നേരത്തെ മറ്റൊരു സ്കൂളിൽ പഠിച്ചിരുന്ന ശബരിനാഥ് ഈ അധ്യയന വർഷം മുതലാണ് മൂലങ്കാവ് സർക്കാർ സ്കൂളിലേക്ക് മാറിയത്. സ്കൂളിൽ 3 ദിവസത്തെ പരിചയം മാത്രമുള്ള വിദ്യാർത്ഥിയെ പരിചയപ്പെടാനെന്ന പേരിൽ വിളിച്ചിറക്കി കൊണ്ടുപോയവർ കത്രിക ഉപയോഗിച്ച് വരെ ആക്രമിക്കുകയായിരുന്നു. മൂക്കിന് ഫ്രാക്ചർ വീണിട്ടുണ്ട്. ചെവിക്ക് ഇനി അതെടുത്ത് എനിക്ക് വന്നിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കിയതിന് ശേഷം ചെവിൻ്റെ വല്ല എന്താണെന്നുള്ളത് അറിയുള്ളൂ. കേൾക്കുമെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഭയങ്കര മോശം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടി അങ്ങനെ ഇതുവരെ ഒരു ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഞങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര വേദനയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് തീരെ സഹിക്കാൻ പറ്റില്ല. ഇനി ഈ എൻ്റെ മോന് പറ്റിയത് പറ്റി. ഇനിയുള്ള ഒരു കുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സംഭവം സ്കൂളിലല്ല പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കാൻ ശ്രമമുണ്ടായതായും കുടുംബം ആരോപിക്കുന്നു. മോൻ്റെ അടുത്ത് വന്നു, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകണം എന്നുള്ള ഭയങ്കര ഫയറിംഗ് ആയിരുന്നു അവിടെ നിന്നുണ്ടായത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകില്ല, ഞങ്ങൾക്കത് സാധിക്കില്ല. കാരണം കുട്ടീൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് മോനെ ഇവിടെ കിടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ കിടത്താൻ പറ്റില്ല, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അത് മേലെന്ന് നല്ല പിടിപാട് ഡോക്ടർക്ക് വന്നത് കാരണമാണ് ഡോക്ടർ അത്രയും ഫയർ ചെയ്തതെന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കി. പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ സുൽത്താൻ ബത്തേരി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ഇന്ന് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു.
പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 5 വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും കുറ്റക്കാരെ ഒരു നിലയ്ക്കും സംരക്ഷിക്കില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 വയനാട്. വടകര പാലയാട് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിനു നേരെ ബോംബേറ്. വിഷ്ണു മുതുവീടിലിന്റെ വീടിനു നേരെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ബോംബെറിഞ്ഞത്. വീടിന്റെ ചുമരിനും വാതിലിനും മുകൾ വശത്തെ ഷീറ്റിനും കേടുപാട് പറ്റി. ആക്രമണ സമയത്ത് വിഷ്ണു വീട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യയും കുട്ടിയും വീടിനകത്തുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ ആക്രമണം. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായതോടെ ഭീഷണി ഉണ്ടായിരുന്നതായി വിഷ്ണു പറഞ്ഞു. എറണാകുളം പാലാരിവട്ടത്ത് വഴിയാത്രക്കാരിയുടെ കാൽ ഓടയ്ക്കുള്ളിൽ കുടുങ്ങി. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് അപകടത്തിന് കാരണമായത്. തകർന്നു കിടക്കുന്ന സ്ലാബുകൾ തിങ്കളാഴ്ചയോടെ നന്നാക്കുമെന്ന് കൗൺസിലർ ജോജി കുരീക്കാട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ നിർമ്മാതാവും മാധ്യമ അധികായനുമായ രാമോജി റാവു അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി സ്ഥാപനങ്ങളാണ്. ഈനാട് ദിനപത്രം, ETV ചാനൽ, ഉഷാ കിരൺ മൂവീസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. മാധ്യമപ്രവർത്തനം, സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് 2016 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. 4 ഫിലിം ഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, TDP നേതാവ് ചന്ദ്രബാബു നായിഡു, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ അനുശോചിച്ചു. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും ചില്ലിക്കൊമ്പൻ. സീതാർകുണ്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപമാണ് കാട്ടാന ഇറങ്ങിയത്. ഇന്നലെ രാത്രി 7 മണിക്ക് ജനവാസ മേഖലയിൽ വന്ന ആന രാവിലെ 6 മണി വരെ നിലയുറപ്പിച്ചു. മാസങ്ങളായി ചില്ലിക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്താറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പാലക്കാട് ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6565, പവന് 52,520. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5470, പവന് 43,760. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം